ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ കുറേ നാളത്തെ ശേഷം നമ്മളൊരു വ്ളോഗായിട്ട് വന്നതാട്ടാ. അപ്പം നമ്മളെല്ലാവരും കൂടെ മാറ്റി റെഡി ആയിട്ടൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പോകുമ്പോൾ അതാ ഒരു കവർ നിറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഡ്രസ്സും മുണ്ടും ഐറ്റംസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോണത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതെങ്കിലും വെള്ളത്തേക്കൊക്കെ കാര്യം പോണത് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ വണ്ടി കയറിയിട്ടുണ്ട്. ഇക്കയാണ് ഡ്രൈവർ. അപ്പോൾ ഇക്കയും വന്നു. അങ്ങനെ നമ്മളിതാ പോവാണ് കേട്ടോ. വന്ന് പറമ്പ് കൂടെയാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. ഫുള്ള് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് എന്താ പറയുക, റോട്ടിൽ അങ്ങേ തലെത്തുമ്പോഴത്തേക്കും ഊരവേദന മസ്റ്റായിട്ടുണ്ടാവും കേട്ടോ. ഏത് ഊരവേദന ഇല്ലാത്ത ആൾക്കാർക്കും ഊരവേദന വേണമെന്നുണ്ടെങ്കിൽ ഈ റോട്ടിൽ കൂടെ കുറച്ച് സമയം ഒന്ന് പോയാൽ മതി. ഈ റോഡ് എവിടെയാണെന്ന് വെച്ചാൽ പെരുമ്പഴക്ക് പോകണം ആയില്ല കേട്ടോ. ഇവിടുന്ന് നമ്മൾ വെന്നുപറമ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെയാണ് പോകല്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നാടിൻ്റെ അവസ്ഥയൊക്കെ. കുറേ കാലമായിട്ടുണ്ടായിരുന്നു നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. കുറേ ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇപ്പോൾ വ്ളോഗൊന്നും ഇടാത്ത, വ്ളോഗൊന്നും കാണലില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാ. വേറെ ഒന്നുമല്ല, മടി തന്നെയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതും എഡിറ്റ് ചെയ്യാനുള്ളതും ഒക്കെ ഉണ്ട്. ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞതാ നമ്മൾ ഹൈവേമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. നമ്മളെവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ 2 സ്ഥലങ്ങളുണ്ട്. ആദ്യം നമ്മളെന്താ നാത്തൂൻ്റെ വീട്ടിലൊന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടേക്കാട്ടോ പോണത്. ഇവനൊക്കെയാണ് പോകാൻ മെയിനായിട്ടുണ്ടായിരുന്ന ആൾ. ഓന് വണ്ടിയിലൊന്ന് കുറച്ച് നേരം ഉറങ്ങിയൊക്കെ എണീറ്റിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ നാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചൊന്ന് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇതാ അവിടെ നിന്ന് നടക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ അവരെ മൂത്തച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിറച്ച് 10 മണി ചെടി ഉണ്ടല്ലോ, അതൊന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കൊമ്പാളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. പിന്നെ തിരിച്ച് വന്ന് ഓരോപ്പത്തിന് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കരിങ്കപ്പാറ വെള്ളച്ചാട്ടത്തേക്കാണ് കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെയാണ് നാത്തൂൻ്റെ വീട്. അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേന്ന്. അപ്പോൾ അവിടെ പോയിട്ട് ഇവിടെ വരാമെന്നുള്ള രീതിക്ക് അങ്ങനെ ആദ്യം അവിടെ പോയതായിരുന്നു. നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്ത് കണ്ടതാട്ടോ ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ റോഡിന് താഴെ പോയാലാണ് നമ്മുടെ വെള്ളച്ചാട്ടം ശരിക്കും കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് അവിടേക്ക് പോകാനുള്ള വഴി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഇതിന് മുന്നേ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റൊക്കെ ഇട്ടോളി കേട്ടോ. നമ്മൾ മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറേ കുട്ടികളെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് സ്ട്രൈക്ക് ഇടും. അതുകൊണ്ട് വല്ലാണ്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എടുത്ത വീഡിയോ കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്ട്രൈക്ക് ഇടുമോ എന്തായതാണെന്നൊന്നും അറിയില്ല. നമ്മളിവിടെ കച്ചേരിപ്പടി കാലിക്കറ്റ് കഫ്റ്റീരിയയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നൈറ്റിനുള്ള ഫുഡ് നമ്മൾ ഇവിടെ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് നമ്മൾ പാർസൽ വാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ പാർസൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷവായയാണ്. ഇവിടുത്തെ ഷവായനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഷവായ കേട്ടോ. ഒരു വട്ടമെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് തിരിച്ചതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഇക്കയാണ് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത്. പാത്രങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേമാതിരി പാർസലൊക്കെ വാങ്ങണ ഫുഡ് വീട്ടിലെത്തിയാൽ ആ ചൂടോടെ തന്നെ കഴിക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ അതിലേക്കുള്ള സംഭവങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. കച്ചമ്പർ ഉണ്ടായിരുന്നു. പിന്നെ മയോണൈസും
പിന്നെ ഒരു ടൊമാറ്റോ വെച്ചിട്ടുള്ള എന്തോ ഒരു സോസും അതിലേക്കുള്ള ഒരു എന്താ പറയുക മസാല ഉണ്ടല്ലോ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക വേറൊരു ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം പാടെ അതാ ഓരോരുത്തരുത് ഓരോ പാത്രത്തിലൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. നമ്മൾ 2 ഫുള്ള് ഷവായ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി വന്നുകാണ്ട് കുളിയും മാറ്റലും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. നേരെ വെള്ളത്തിലൊക്കെ കളിച്ച് ഇതൊക്കെ ആയതല്ലായിരുന്നു. അപ്പോൾ പിന്നെ നേരെ എല്ലാവരും കുളിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വയ്ക്കാം. പിന്നെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരിക. അങ്ങനെ പിന്നെ എന്താ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ഈ ഷവായനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ നല്ല അടിപൊളി ഷവായ തന്നെയാണ് കേട്ടോ. നല്ല സ്പെഷ്യൽ മസാലയും ഒക്കെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ ഷവായ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അതൊന്ന് കമൻറ്റൊക്കെ ഇട്ടോളി. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.